മക്കളെ, അപ്പോൾ മിസ്സിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മളുടെ +1 മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യം തന്നെ എൻ്റെ കുട്ടികൾ പറഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മോഡൽ എക്സാം എന്നുള്ളത്? എനിക്ക് തോന്നുന്നു മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ ബയോളജി വലിയ രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവില്ല, എക്സെപ്റ്റ് ചില ക്വസ്റ്റ്യൻസ് ഒരു പ്രതീക്ഷിക്കാത്ത 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ, ഇത്ര എണ്ണം എഴുതിയാൽ മതി എന്നുള്ളത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്താലും നിങ്ങൾക്ക് വലിയ ടഫ് ആവാത്ത രീതിയിൽ നിങ്ങളുടെ മോഡൽ എക്സാം പോയി എന്ന് മിസ് കരുതുന്നു. ഇനി മോഡൽ എക്സാം കുറച്ച് നല്ലപോലെ കൈവിട്ടു എന്ന് തോന്നുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. നമ്മൾക്ക് സമയമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. +1 ബയോളജി എക്സാമിന് മുൻപായിട്ട് നമുക്ക് അത്യാവശ്യം സമയമുണ്ട്, നമുക്ക് ബയോളജി സെറ്റാക്കി എടുക്കാം. ബാക്കിയുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, സ്റ്റഡി പ്ലാനൊക്കെ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. എന്തുകൊണ്ടാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയത് എന്നുള്ള കാര്യത്തിൽ എൻ്റെ മക്കൾക്ക് ഒരു ബോധ്യം ഉണ്ടല്ലോ. അത് ഇനി നമ്മളെ +1 ആവർത്തിക്കാതിരിക്കുക, +2 ആവർത്തിക്കാതിരിക്കുക, +1 പബ്ലിക് എക്സാമിൽ ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ +1 പബ്ലിക് എക്സാമിന് ടഫ് ആവാതിരിക്കാൻ നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഇനിയുള്ള സമയം ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യുക, ഒരു ഉറപ്പ് കൊടുക്കുക, ഒരു പ്രോമിസ് കൊടുക്കാം. ഇനി +2 എന്താക്കും എന്നുള്ള കാര്യത്തിലാണെങ്കിൽ +2 നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ഉയരേ ബാച്ച് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ തന്നെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നേരത്തെ ചെയ്യാം. അത് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഫുൾ ലൈവ് ക്ലാസ് ആണ്, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ലൈവ് ആയിരിക്കും. ഇനി റെക്കോർഡർ വേണമെങ്കിൽ അതും ഉണ്ടാകും. പിന്നെ അതിൻ്റെ നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, പിന്നെ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിൻ്റെ ഉള്ളിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സെറ്റൊക്കെ ഉണ്ടാകും. ഇനി ഇത് നിങ്ങൾക്ക് കൊമേഴ്സാണ്, കൊമേഴ്സിലെ മക്കൾ ഇത് കാണാൻ സാധ്യതയില്ല. ഇനി കൊമേഴ്സാണ് നിങ്ങളുടെ ഏതേ ഫ്രണ്ട്സ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ച് ഉണ്ട്. ഇനി നിങ്ങൾക്ക് നീറ്റ് ഇതിൻ്റെ കൂടെ പഠിക്കാനാണെങ്കിൽ നമ്മുടെ വേദ ബാച്ച് ഉണ്ട്. ഇനി ജെഇക്കാണെങ്കിൽ നമ്മുടെ വീര ബാച്ച് ഉണ്ട്. എല്ലാറ്റിനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ലേറ്റ് ആകാതെ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് +1 എങ്കിൽ അത് നിങ്ങളുടേതായിട്ടുള്ള കാരണം കൊണ്ടോ നിങ്ങൾ പഠിക്കാത്തതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഓക്കെ, ഇനി ലേറ്റ് ആക്കുന്നില്ല. അപ്പം മിസ് ആദ്യം പറയാൻ പോകുന്നത് ഓർഡറിലായിരിക്കില്ല ക്വസ്റ്റ്യൻസ്. കാരണം കുറച്ച് ചാപ്റ്റേഴ്സ് ATR മിസ്സിൻ്റെയും കുറച്ച് ചാപ്റ്റേഴ്സ് സ്നേഹ മിസ്സിൻ്റെയാണ്. അത് സ്നേഹ മിസ് എടുത്ത ചാപ്റ്റേഴ്സൊക്കെയാണ്. അപ്പോൾ അത് ഇടയിൽ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് മിസ് എടുത്ത ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ബോട്ടണി സോളജി സെഷൻസിൻ്റെ ആൻസർക്ക് പറഞ്ഞതിന് ശേഷം ATR മിസ് സ്നേഹ മിസ്സും ബാക്കിയുള്ളത് റെഡിയാക്കി തരും. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്, ബോട്ടണിയിലെ പാർട്ട് എയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 to 5 നിങ്ങൾക്ക് എന്താണ് ആൻസർ? ഇനി 3 എന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ വൈറസ് കവറിങ്ങിന് എന്താണ് പറയുക? ആ പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയും. അതിൻ്റെ സിമ്പിൾ യൂണിറ്റ്സിനെ ക്യാപ്സോമിയാസ് എന്ന് പറയും അല്ലേ. ഇനി ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ക്രൊമാറ്റിഡ് സെപ്പറേറ്റ്? എത്ര തവണ എഴുതിയിട്ടുള്ളതാ? ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ആൻഡ് മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾ അനാഫേസ്. ദെൻ മാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കിയത് എങ്ങനെയാണ് മാച്ച് ചെയ്യാം? അനബീനയ്ക്കാണെങ്കിൽ നമുക്ക് ഹെറ്ററോസിസ്റ്റ് ഉണ്ട് അല്ലെ, നൈട്രജൻ ഫിക്സിംഗ് സെൽ. ഗോണിയോലാക്സ് ആണ് റെഡ് ടൈഡ് കാണിക്കുന്നത്, റെഡ് ടൈഡ്. ദെൻ യൂഗ്ലീനൊക്കെയാണ് ഒരു പ്രോട്ടീനേഷ്യസ് പെല്ലിക്കിൾ ഉള്ളത്. ദെൻ സ്ലൈം മോൾഡിൻ്റെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മോഡിയം. സിമ്പിളായിട്ട് കിട്ടില്ലേ മക്കളെ? ഓക്കെ, ഇത് 2 മാർക്സിൻ്റെ ആണ്. ദെൻ അടുത്തത് ഹൂ ഡിസ്കവർഡ് റൈബോസോം? ഇതൊരു ഇതുവരെ അങ്ങനെ ചോദിച്ച് കാണാത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷേ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ജോർജ് പാലഡ് ആണ് നമ്മുടെ റൈബോസോം കണ്ടുപിടിച്ചത്. ദെൻ അതിൻ്റെ കെമിക്കൽ കോമ്പണൻസ് റൈബോസോമൽ RNA ഉണ്ട്, റൈബോസോമൽ പ്രോട്ടീൻസും ഉണ്ട്. ദെൻ ഇത് നമ്മൾ ലൈവിൽ ചെയ്തൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. ഇതിൽ എയും ബി ഏതാണ്? എ മാട്രിക്സും ആൻഡ് ബി എന്ന് പറഞ്ഞത് എന്താണ്? നമ്മുടെ ക്രിസ്റ്റയുമാണ്. എന്തുകൊണ്ടാണ് എന്താണ് മൈറ്റോകോൺട്രിയയുടെ റോൾ? നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ പവർ ഹൗസ് എന്ന് പറയാൻ കാരണം എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ റോൾ എന്ന് ചോദിച്ചാൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഹ്യൂജ് എമൗണ്ട് എനർജി റിലീസ് നടക്കുന്ന സ്ഥലമാണ്. Then, according to chemiosmotic hypothesis, proton gradient formed a membrane required for the synthesis of ATP. നമുക്കൊരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുക? ATP ഫോം ചെയ്യാൻ പറ്റുക. ഇതങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ അല്ലായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു അല്ലേ, ഇല്ലായിരുന്നു എന്ന് വെച്ച് കരുതുന്നു. റൈറ്റ് 2 reasons for the development of proton gradient. ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. 2 റീസൺ ചോദിച്ചുകൊണ്ട്, ഒന്ന് നമ്മുടെ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുമ്പം ഫോട്ടോസിസ്റ്റം 2-ൽ വെച്ച് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കും നോൺ സൈക്ലിക് റിയാക്ഷൻ്റെ സമയത്ത്. ആ സമയത്ത് ഉണ്ടാകുന്ന ഹൈഡ്രജൻ അയോൺസ് തൈലക്കോയിഡിൻ്റെ ല്യൂമനിലേക്ക് വരും. അപ്പോൾ ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. രണ്ടാമതായിട്ട് ഫോട്ടോസിസ്റ്റം 1-ൽ വെച്ചിട്ട് നമ്മുടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷനിൽ NADP റിഡക്ടേസ് എന്ത് ചെയ്യുന്നുണ്ട്? NADPനെ NADPH ആക്കി മാറ്റുന്നുണ്ട്. ആ സമയത്ത് വേണ്ട ഹൈഡ്രജൻ അയോൺസിനെ എടുക്കുന്നത് സ്ട്രോമയിൽ നിന്നാണ്. അപ്പോൾ സ്ട്രോമയിൽ ഹൈഡ്രജൻ്റെ എമൗണ്ട് കുറയും. ഈ 2 റീസൺ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഇലക്ട്രോൺ കാരിയർ ആയിട്ടുള്ള ഫോസ്ഫോക്യുനോൺ
എവിടെ നിന്നാണ്? നമ്മളൊരു ഇലക്ട്രോൺ കാരിയറിലൂടെ ഫോട്ടോസിസ്റ്റം 2-ൽ നിന്ന് ഇലക്ട്രോൺസ് ഫോട്ടോസിസ്റ്റം 1-ൽ എത്തിക്കുന്നില്ലേ, അയാളാണ് ഫോസ്ഫോക്വിനോൺ എന്ന് പറയുന്നത്. അല്ല കിട്ടില്ല, PQ ഫോസ്ഫോക്വിനോൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെന്ത് ചെയ്യുന്നുണ്ട്? അതൊരു ഇലക്ട്രോൺ കാരിയർ അല്ല, മറിച്ചൊരു ഹൈഡ്രജൻ കാരിയറാണ്. അപ്പോൾ അത് സ്ട്രോമയിൽ നിന്ന് ഹൈഡ്രജനെ വലിച്ചെടുത്ത് നമ്മുടെ ല്യൂമനിലേക്ക് ഇടുന്നുണ്ട്. ഈ 3 റീസൺസ് ആണ് തൈലക്കോയിഡിൻ്റെ ല്യൂമനിൽ ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടാൻ കാരണം. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഇനി റൈറ്റ് ദ സബ്സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1, ഇത് നമ്മൾ ലൈവിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. സിനാപ്സിസ് നടക്കുന്ന സ്റ്റേജാണ് ആ ഒരു പെയറിങ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് സൈഗോട്ടി. ടെർമിനലൈസേഷൻ ഓഫ് കൈസ്മാറ്റ, ലാസ്റ്റ് സ്റ്റേജ് ഡയക്കൈനസിസ്. എൻസൈം ഏതാണ്? ക്രോസിംഗ് ഓവർ നടക്കുന്ന റീകോമ്പിനേഷൻ ആണ് അല്ലേ ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻസൈം റീകോമ്പിനേസ്. ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണ്? നമുക്ക് വേരിയേഷന് കാരണമാവുന്നുണ്ട്. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. അഗെയിൻ നമ്മൾ ലൈവിൽ ചെയ്ത ക്വസ്റ്റൻ ആണ്. സൈക്ലിക്കിലാണെങ്കിൽ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ, ഇവിടെ നോൺ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇവിടെയാണ് ഫോട്ടോസിസ്റ്റം 1 മാത്രം, ഇവിടെ ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം ഉണ്ട്. ഇവിടെ ATP മാത്രം, ഇവിടെ ATP ഉണ്ട്, NADPH ഉണ്ട്. ഇവിടെ വാട്ടർ സ്പ്ലിറ്റിങ്ങും ഉണ്ട്, ഓക്സിജൻ റിലീസും ഉണ്ട്. അതെവിടെ ഇല്ല? സൈക്ലിക്കിലില്ല. ഇനി നമ്മൾ സുവോളജി സെക്ഷനാണ്. ഇത്രയാണ് ബസ്സിൻ്റെ സെക്ഷനിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ATRMSും സ്നേഹാമസും ചെയ്യും കേട്ടോ. ഇനി സുവോളജി സെക്ഷനിൽ സെലക്ട് ദ ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് ഫ്രം ദ ഗിവൺ ടേബിൾ ആൻഡ് റൈറ്റ് സയൻറ്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൗസ് ഫ്ലൈയുടെ ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റ് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എഴുതാനാണ്. അപ്പോൾ മിസ് എഴുതി നോക്കിക്കേ, മസ്ക ഡൊമസ്റ്റിക്ക സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ദിസ് ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ആൻഡ് ദിസ് ഷുഡ് ബി ഇൻ സ്മോൾ ലെറ്റർ. ഇങ്ങനെ എഴുതിയാൽ ഒരു മാർക്ക് കിട്ടുള്ളൂ. ദെൻ ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം കാർബോണിക് എൻഹൈഡ്രേസ്. ഇനി ഇത് നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ECG തന്നിട്ടുണ്ട്. ഇതിൽ പിയും ടിയും എന്താ? പി നമ്മുടെ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് ഏട്രിയ അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ. ടി നമ്മുടെ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ദെൻ അടുത്തത് എന്താ? ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ECGയിൽ എന്തെങ്കിലും വേരിയേഷൻ പോസിബിൾ ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ ഹാർട്ട് അബ്നോർമാലിറ്റീസ് ആണ് കാണിക്കുന്നത്. ഇനി ഇത് നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐഡൻറ്റിഫൈ ദ സെൽ നിഡോബ്ലാസ്റ്റ്, മെൻഷൻ 2 ഫങ്ഷൻസ്, ആങ്കറേജ്, ഡിഫൻസ്, പ്രേ ക്യാപ്ചർ. മാച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് കേട്ടവർക്ക് അറിയാം. ഓക്കെ, പ്ലാറ്റീഡ ആണെങ്കിൽ നമ്മളെ ഫ്ലെയിം സെൽസ് മിസ് എല്ലാറ്റിൻ്റെയും എക്സ്ക്രീറ്ററി ഓർഗൻ പറഞ്ഞു കൂടുതലും പറഞ്ഞിട്ടുണ്ട്. അനലിഡ്സിൻ്റെ ആണ് നെഫ്രിഡിയ. ആർത്രോപോഡിന് നമ്മൾ എന്താ പറയുക? ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ള ആൾക്കാരാണ്. എക്സ്ക്രീറ്ററി ഓർഗൻ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മൊലസ്കയിലാണെങ്കിൽ ഗിൽസ്. ഇതിനൊരാളെയും കൂടെ നമ്മൾ പറഞ്ഞത് പ്രൊബോസിസ് ഗ്ലാൻഡ്, നമ്മുടെ ഹെമികോഡറ്റിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെയിം ക്വസ്റ്റ്യൻ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എക്സ്ക്രീഷൻ മിസ് ചെയ്തതിൽ ലാസ്റ്റത്തെ ചാപ്റ്ററിന് തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറിയൻ്റെ അക്യുമുലേഷൻ, യുറീമിയ. സ്റ്റോൺസ്, മൂത്രത്തിൽ കല്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞു. റീനൽ കാൽക്കുലി. ഗ്ലോമറുലസിൽ ഇൻഫ്ലമേഷൻ, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. Then process used to remove urea from those patients whose kidney not function. കിഡ്നി ഫംഗ്ഷൻ ചെയ്യാതെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹീമോഡയാലിസിസ്. ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നീൻ്റെ സഹായത്തോടു കൂടി വേസ്റ്റ് റിമൂവ് ചെയ്യും. ഇനി the function of heart is regulated and maintained by nodal tissues and conducting system. ചോദ്യം അതല്ല. ഐഡൻറ്റിഫൈ any 3 components or parts from the conducting system of human parts. ഇവിടെ ഡയഗ്രാം തന്നിരിക്കുന്നതിൽ ABCD മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ABC ഇതാ. A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല മിസ് മാർക്ക് ചെയ്തുതരാം. A ഇതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതേതാണ്? SA നോഡാണ്. B ഇതാണ് AV നോഡാണ്. അടുത്തത് നമ്മളോട് ഈ ഒരു ബണ്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബണ്ടിൽ നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് ആണ്. ദെൻ അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ വിച്ച് ഇസ് ദ നോഡൽ ടിഷ്യൂ ദാറ്റ് ഇനീഷ്യേറ്റ് ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന നോഡൽ ടിഷ്യൂ ആണ് നമ്മുടെ പേസ് മേക്കർ. അതുകൊണ്ടാണ് പേസ് മേക്കറിന് SA നോഡ്. അതുകൊണ്ടാണ് നമ്മൾ SA നോഡിന് എന്ത് പറയുന്നത്? പേസ് മേക്കർ. ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ റിത്തമിക് കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. ഇനി അടുത്തത് എന്താ? സ്പെഷ്യൽ ഫീച്ചർ ഓഫ് 4 ഡിഫറെൻറ്റ് ഫൈല ആർ ഗിവൻ. ഐഡൻറ്റിഫൈ ദ ഫൈലം. അപ്പോൾ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, ഫൈലം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ബോഡി ബെയർസ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ്. അങ്ങനെ ഒരു ബോഡീൻ്റെ മുകളിൽ ഇങ്ങനെ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ഉള്ളത് ആർക്കാ? ടീനോഫോറ അല്ലെ, കോംബ് ടീനോ. ദെൻ കൈറ്റിനസ് എക്സോസ്കെലറ്റൺ ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ തന്നെ ആർത്രോപോഡ. വാട്ടർ വാസ്കുലാർ സിസ്റ്റം അല്ലേ, എക്കൈനോഡെർമേറ്റ. ആൻഡ് റാസ്പിംഗ്, ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ആർക്കാണ്? മൊലസ്ക. റെഡി.
ദെൻ നമ്മൾ അടുത്തത് ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 17 to 20. 4 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതേ 3 ചെയ്താൽ മതി. സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. 2 ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷനാണ് സിനാപ്സ്. 2 ടൈപ്സ് ഓഫ് സിനാപ്സ് നമുക്ക് പഠിക്കാനുള്ളത്, ഇലക്ട്രിക്കൽ സിനാപ്സും കെമിക്കൽ സിനാപ്സും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ സിനാപ്സിന് ഏതെങ്കിലും 2 ഡിഫറൻസ് ആണ് എഴുതാൻ പറഞ്ഞത് അല്ലേ? അല്ല, ഹൗ ഡു ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ. ഇലക്ട്രിക്കൽ സിനാപ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, വളരെ ക്ലോസ് പ്രോക്സിമിറ്റി, ഇങ്ങനെ അടുത്ത് നിൽക്കും അല്ലേ? ആൻഡ് കെമിക്കൽ സിനാപ്സ് ആണെങ്കിൽ ദർ ഇസ് എ ഗ്യാപ്പ്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പോകാനുള്ള ഒരു വഴി കൊടുക്കും, ഇവിടെ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ടാകും അല്ലേ? ഇത് നമ്മുടെ ബോഡിയിൽ റയർ ആണ് ഈ ഒരു ഇലക്ട്രിക്കൽ സിനാപ്സ്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ട്രാൻസ്മിഷൻ, ഇത് സ്ലോ ആയിട്ടാണ് ട്രാൻസ്മിഷൻ. ദെൻ എഗെയിൻ നമ്മുടെ ഇതാരാണ്? ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു അംബ്രല്ല ഷേപ്പാണല്ലോ. മീൻസ് എയും ബിയും മാർക്ക് ചെയ്ത് മാറിപ്പോയിട്ടുണ്ടേ. ഓക്കെ, ഈ ബി ആണ് നമ്മുടെ പോളിപ്പ്, എ ആണ് നമ്മളുടെ മെഡ്യൂസ. അംബ്രല്ല ലൈക്ക് ഫോമുള്ള ആളാരാണ്? നമ്മളുടെ മെഡ്യൂസയാണ്. ആൻഡ് നമ്മുടെ സെഡൻഡറി ആയിട്ട് നിൽക്കുന്ന ബി ആണ് നമ്മളുടെ പോളിപ്പ്. ഇനി റൈറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. പോളിപ്പിൻ്റെ എന്താണ്? പോളിപ്പ് സെഡൻഡറി ആണ്, സിലിണ്ടറിക്കലാണ്, നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുള്ളൂ, നോട്ട് മൂവിങ് ഫോമാണ്, നോട്ട് മൂവിങ്. ഇതാണെങ്കിലോ അംബ്രല്ല ലൈക്ക് ആണ്, മൂവിങ് ഫോമാണ്. ഇനി 2 ഡിഫറൻസ് പറഞ്ഞാൽ മതി. ഒന്ന് അവരുടെ ഷേപ്പ് പറയാം. ഇയാൾ അംബ്രല്ല ലൈക്ക് ആണെങ്കിൽ മറ്റേയാൾ എന്താണ്? എ എന്ന് പറഞ്ഞത് ഇതാണ് മെഡ്യൂസ, ബി ആണ് പോളിപ്പ്. അപ്പോൾ പോളിപ്പ് എന്ന് പറയുന്നത് അനങ്ങാതെ നിൽക്കുന്ന സിലിണ്ടറിക്കൽ ഫോമും മെഡ്യൂസ എന്ന് പറയുന്നത് അംബ്രല്ല ലൈക്ക് ആയിട്ടുള്ള മൂവിങ് ഫോമാണ്. 2 ഡിഫറൻസ് ആയേ. ഇനി ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഐഡൻറ്റിഫൈ ദ സിഗ്മോയിഡ് കർവ്. ഏതാണ് നമ്മുടെ ഈ സിഗ്മോയിഡ് കർവ്? ഇതാണ് നമ്മുടെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് അല്ലേ? ഇനി അടുത്തതോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെൻഷൻ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ആൽവിയോളൈ. ആൽവിയോളയിൽ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഹൈ ആയിരിക്കണം, ബാക്കി എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ടെമ്പറേച്ചർ, ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ലോ. അടുത്തത് ഹൗ മെനി ഓക്സിജൻ മോളിക്യൂൾസ് ക്യാൻ എ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാരി. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ മോളിക്യൂൾസിനെയാണ് ക്യാരി ചെയ്യാൻ പറ്റുക. ഓക്കെ, കാരണം അയോണാണ് നമ്മുടെ ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. ഒരു ഹീമോഗ്ലോബിന് 4 അയണാണ്, അപ്പോൾ 4 ഓക്സിജൻ മോളിക്യൂൾ. ദെൻ ഗിവൺ ബിലോ ഇസ് ദ പിക്ചർ ഓഫ് റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി എന്ന് പറയാം. നെയിം ദ പാർട്സ് മാർക്ഡ് ആസ് ABC. എ എഫറന്റ് ആർട്ടീരിയോൾ, ബി ഇഫറന്റ് ആർട്ടീരിയോൾ, സി ബോമാൻസ് ക്യാപ്സ്യൂൾ. റൈറ്റ് ദ 3 മെയിൻ സ്റ്റെപ്സ്. ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. അതോടുകൂടിയിട്ട് മിസ്സിൻ്റെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ATRMS സ്നേഹാമസ് വന്നിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ. കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടിക്കാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും നേരം നമ്മൾ ചെയ്തതിലുണ്ടായത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി എന്ന് മിസ് കരുതുന്നു. ഇനി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് പബ്ലിക് എക്സാമിന് അത് ശരിയാക്കിയെടുക്കാൻ പറ്റും. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ടഫായതെങ്കിലും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് റെഡിയാക്കാനൊക്കെ പറ്റും. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ +2 ഇതേ അവസ്ഥ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുന്നതായിരിക്കും? ATRMSസും സ്നേഹാമസും ബാക്കിയുള്ള അവരുടെ ചാപ്റ്റേഴ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടിയെന്ന്, അത് എത്ര കുറവോ കൂടുതലായിക്കോട്ടെ, നിങ്ങളുടെ മാർക്സ് നിങ്ങൾ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ പറയാം. എന്നിട്ട് ഇതിനേക്കാൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യും പബ്ലിക് എക്സാമിന് എന്ന് നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യാം. ഓക്കെ, ഹലോ മക്കളെ, അപ്പോൾ ഇതുവരെ നമ്മൾ അർച്ചനാമസിൻ്റെ പോർഷനിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് നോക്കി. ഇനി സ്നേഹ മെസ്സിൻ്റെയും അതേപോലെ തന്നെ മെസ്സിൻ്റെയും ഞങ്ങൾ രണ്ടുപേരുടെയും പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വേഗം തന്നെ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വേഗം തന്നെ കടന്നാലോ? അപ്പോൾ വേഗം നോക്കാം. യെസ്, ബോട്ടണിയിൽ നമുക്ക് ആദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇൻ മോസ്റ്റ് ഓഫ് ദ ഹയർ പ്ലാന്റ്സ് ദ ഗ്രോയിങ് എപ്പിക്കൽ ബഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ്. അപ്പോൾ ഒരൊറ്റ വാക്ക് എഴുതിയാൽ മതി. എന്താണ് എഴുതേണ്ടത്? എപ്പിക്കൽ ഡോമിനൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമേറ്റ് ആൻഡ് സ്മോൾ മോട്ടൈൽ ഗ്യാമേറ്റ് ഈസ് കോൾഡ്. ഇത് നമുക്ക് നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിലാണ് പഠിക്കുന്നത്. പക്ഷേ ഇതുവരെ നമുക്ക് ഇങ്ങനൊരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല. അതായത് ഇതിൻ്റെ ഒരു വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആ ഒരു ഒരു ടേബിൾ എൻ്റെ കുട്ടികൾക്ക് നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേബിളിൽ നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം തന്നെ പഠിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതായത് ഇത്രയുള്ള ഒരു വലിയ ലാർജ് ആയിട്ടുള്ള നോൺ മോട്ടൈൽ ആയിട്ട്, അതായത് മൂവ് ചെയ്യാത്ത ഫീമെയിൽ ഗ്യാമേറ്റും പിന്നെ സ്മോൾ ആയിട്ടുള്ള മോട്ടൈൽ ആയിട്ട്, അതിനാണ് മിസ് ഇവിടെ ഫ്ലജിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മോട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റും രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മൾ എന്താ പറയാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ എഴുതേണ്ടത്?
ഊഗാമി അല്ലെങ്കിൽ ഊഗാമസ് കണ്ടീഷൻ എന്നാണ് പറയുക കേട്ടോ അതിന്. അപ്പോൾ ഇത് നമ്മുടെ ആൽഗയുടെ കേസിലുള്ള നമ്മുടെ റീപ്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒബ്സർവ് ദ റിലേഷൻ, ഇത് തന്നെയാണല്ലോ ഞാൻ നോക്കിയിരിക്കുന്നത്, ഉത്തരം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് പെയർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഔട്ടർ ലെയർ ഓഫ് സീഡ് കോട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും മക്കളെ? ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നർ ലെയർ ഓഫ് സീഡ് കോട്ട് ഏതാണ്? ടെഗ്മെൻ. ഓക്കെ, അത് നമ്മുടെ സീഡിന്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് പറഞ്ഞാണെങ്കിൽ ഔട്ടർ ടെസ്റ്റാ, ഇന്നർ ടെഗ്മെൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇനി നമ്മുടെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ്സ് ക്യാൻ ഗെറ്റ് അലോങ് വിത്തൗട്ട് റെസ്പിറേറ്ററി ഓർഗൻ, റൈറ്റ് 2 പെക്യുലാരിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ദ പ്ലാന്റ് ടു ഡു സോ. അതായത് പ്ലാന്റ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ഓർഗൻ നമ്മളെ പോലെ ലങ്സും കാര്യങ്ങളൊന്നും പാവം പ്ലാന്റ്സിനില്ല. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഈച്ച് പ്ലാന്റ് പാർട്ട് ടേക്ക് കെയർ ഓഫ് ദെയർ ഓൺ ഗ്യാസ് എക്സ്ചേഞ്ച് നീഡ്സ്. അതായത് ഓരോ ഭാഗങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ലീഫ് നോക്കിയാൽ സ്റ്റൊമേറ്റ ഉണ്ട്, സ്റ്റെമിൻ്റെ കേസിലാണെങ്കിൽ ലെൻറ്റിസെൽസ് ഉണ്ട്. ഇനി രണ്ടാമത്തത് എന്തെഴുതാം? പ്ലാന്റ്സ് ഡു നോട്ട് പ്രസന്റ് ഗ്രേറ്റ് ഡിമാൻഡ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. എല്ലാ ഭാഗങ്ങളും ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് പ്ലാന്റിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻ്റെ ആവശ്യമില്ല അല്ലേ? ലെൻറ്റിസെൽസ് ഉണ്ട്, സ്റ്റൊമേറ്റ ഉണ്ട്. ഈ കാര്യം എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് സെറ്റ് ആയി. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മിസ്സാക്കരുത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. റൈറ്റ് 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ വാസ്കുലർ ബണ്ടിലിൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ സെയിം ക്വസ്റ്റ്യൻ, ഒരു മാറ്റില്ല, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ തലേദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതന്നെ. അപ്പോൾ ഇതിലേതാണ് മക്കളെ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെന്റ് എഴുതാം, ക്യാമ്പിയം പ്രസന്റ് ആണെന്ന് എഴുതാം, ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എഴുതാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാം. മിസ് ഇവിടെ കുറച്ച് കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് എഴുതാം കേട്ടോ, മാർക്കിനനുസരിച്ച്. അതന്നെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Write the peculiarities of cells seen in meristematic phase of growth. നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു 5-6 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിലൊരു 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് സെറ്റ് ആണ്. സോ പ്രസന്റ് ഓൺ ദ ഷൂട്ട് ആൻഡ് ദ റൂട്ട് എപ്പെക്സ്, അവിടെയാണ് ഈ സെൽസ് കാണുന്നത്. ദെൻ ഇവരെന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആയിരിക്കും. അവർക്ക് പ്രോമിനന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അബണ്ടന്റ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, ആൻഡ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ എന്ന് പറയുന്നത് അബണ്ടന്റ് ആയിരിക്കും. പിന്നെ തിന്നായിട്ട് സെൽ വാൾ ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് കണ്ടിന്യൂസ് ഡിവിഷൻ ഇല്ല, പക്ഷെ അത് നിങ്ങൾ ആഡ് ചെയ്തോ. ഓക്കെ, കുറേ പോയിന്റ്സ് നമുക്ക് അതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് അന്നേരം ഓർമ്മ വരുന്ന ഏത് പോയിന്റ്സ് ആയാലും കുഴപ്പമില്ല. നമ്മുടെ മെരിസ്റ്റമാറ്റിക് അതന്നെ 4 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത, ദ സ്പ്രെഡ് ഓഫ് ലിവിംഗ് ടെറിഡോഫൈറ്റ് ഈസ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു എ നാരോ ജിയോഗ്രഫിക്കൽ റീജിയൻസ്. വൈ? ഇത് കുറേ പേര് എന്താ പറയുക മിസ്സേ, ഈ ഒരു ക്വസ്റ്റ്യൻ അത് എന്തായിരുന്നു അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മിസ്സിന് അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഇത്രയുള്ള മക്കളെ, ഈ ടെറിഡോഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ് ആണ്. ഓക്കെ, പക്ഷേ ഇവരധികം കുറേ സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? ഒരേ ഒരു കാരണമുള്ളൂ, ഇവർക്ക് എന്ത് വേണം? ഇവർക്ക് ജീവിക്കാനായിട്ട് നല്ല കൂൾ, ഡാംപ് ആൻഡ് ഷെയ്ഡി പ്ലേസസ് വേണം അല്ലേ? അതായത് അത്യാവശ്യം കുറച്ച് തണുപ്പുള്ള, നനവുള്ള, ഷെയ്ഡി ആയിട്ടുള്ള പ്ലേസസ് ആണ് ഇവർക്ക് വളരാനായിട്ട്. ഇനി അതും കൂടാതെ ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താ ആവശ്യമുണ്ട്? വാട്ടർ ആവശ്യമുണ്ട്. സംഭവം ഇവർക്ക് കുറച്ച് ടെറസ്ട്രിയൽ പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്തിൽ പെടുന്നത്? ഇത് ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബ്രയോഫൈറ്റ്സിനെയാണ് നമ്മൾ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. കാരണം എന്താ? അവർക്ക് ലാൻഡും വേണം, വാട്ടറും വേണം, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താനായിട്ട് എന്താവശ്യമുണ്ട്? വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സ് നമ്മൾ എന്താ പറയുക ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവർക്കും ശരിക്കും പറഞ്ഞാൽ തന്നെയാണ് അവരെ പോലെ തന്നെ ഇവർക്കും വെള്ളം വേണം, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താനായിട്ട് വെള്ളം വേണം. പക്ഷേ ഇവർക്ക് ടെറസ്ട്രിയൽ പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇവരെ ഫസ്റ്റത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്നുള്ള രീതിക്ക് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണ്? ഈ ഒരു ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഏരിയയിൽ മാത്രമാണ് കാണുകയുള്ളൂ. കാരണം എന്താ? അവർക്ക് വെള്ളം വേണം അല്ലേ? അപ്പം നനവുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ആരെ കാണാൻ സാധിക്കുള്ളൂ? ഇവന്മാരെ കാണാൻ സാധിക്കുള്ളൂ. അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ. ബിക്കോസ് ദേ നീഡ് കൂൾ, ഡാം, ഷെയ്ഡി പ്ലേസസ് ടു ഗ്രോ ആൻഡ് ഓൾസോ ഇറ്റ് റിക്വയർ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് തന്നെ. ഓക്കെ, അപ്പോൾ അടുത്തത് ഡോസി വെൻട്രൽ ലീഫിൻ്റെയും ഐസോബൈലറ്ററൽ ലീഫിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ നിന്നും എന്ത് ചെയ്യണം? ഈ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കോളമായിട്ട് തിരിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ മിസ് ഇവിടെ നേരെ ഓരോന്നിനും എഴുതി വെച്ചെന്നുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? 2 കോളമായിട്ട് ഒരു രണ്ടിങ്ങനെ ഇത് വരയ്ക്കുക. എന്നിട്ട് അതിലെന്താണ്? ഒന്നിൽ ഇത് ഐസോബൈലറ്ററൽ ലീഫ്, മറ്റേ ഡോസി വെൻട്രൽ ലീഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിലായിട്ട് പോയിന്റ്സ് എഴുതാം. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്. മീസോഫിലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഏത് കേസിലായിരിക്കും? ഐസോബൈലറ്ററൽ
ബൈലാറ്ററം. ഇനി സ്റ്റൊമാറ്റോ കൂടുതൽ അബാക്സിയൽ സർഫ്, അതായത് ബേസിൽ കാണുന്നതാണ് അബാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയും അല്ലേ. അപ്പോൾ അബാക്സിയൽ എപ്പിഡെർമിസിലാണ് കൂടുതൽ സ്റ്റൊമാറ്റോ എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഡോർസി വെൻട്രൽ ലീഫ് ആയിരിക്കും. ഇനി സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത് 2 സർഫസിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് നമ്മുടെ ഐസോബൈലാറ്ററൽ ലീഫ് ആയിരിക്കും. ഓക്കെ, ഇനി മീസോഫിൽ എന്ന് പറയുന്നത് പാലിസൈഡ് സ്പോഞ്ചി എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് മീസോഫിലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേതായിരിക്കും? ഡോർസി വെൻട്രൽ. ഓക്കെ, അതന്നെ. ഇനി അടുത്തത് ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു അൺയൂഷ്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരു മീഡിയം റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻ. ഇതുപോലെ ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണത്? നമുക്കറിയാം, ഫ്രൂട്ട് റൈപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ എന്ത് വേണം? അവരുടെ ബോഡിയിൽ കൂടുതലായിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അവർക്ക് ഓക്സിജൻ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറയുന്നത്. സോ ഡ്യൂറിംഗ് റൈപ്പനിങ് ഇറ്റ് എൻഹാൻസസ് റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിംഗ് ദ ഫ്രൂട്ട് റൈപ്പനിങ്. ദിസ് ഈസ് കോൾഡ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറയും. ദെൻ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ ഏതാണെന്നാണ് നമ്മുടെ ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. ഏത് ഹോർമോൺ ആണ് ഫ്രൂട്ടിനെ റൈപ്പനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്തില് ആദ്യത്തെ ആയിരിക്കും, കുറച്ചൊന്ന് നിങ്ങൾ ഒന്ന് വെള്ളം കുടിച്ചിട്ട്, പക്ഷെ എന്നാലും ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. റെഡി? അടുത്തത് നോമിൻ്റെ തന്നെയാണ്. ഇതും ഒരു അൺയൂഷ്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതുവരെ ആംഫിബോളിക് പാത്വേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഒരു മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു ടോപ്പിക്ക് പഠിക്കാം. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു കൺസിഡർ റെസ്പിറേറ്ററി പാത്വേ ആസ് ആൻ ആംഫിബോളിക് പാത്വേ റാദർ ദാൻ ദ കാറ്റബോളിക് വൺ. വൈ? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ റെസ്പിറേറ്ററി പാത്വേനെ നമ്മൾ എന്ത് പറയും? ആംഫിബോളിക് പാത്വേ എന്ന് പറയും അല്ലേ. കാരണം അവിടെ ആനബോളിസം നടക്കുന്നുണ്ട്, കാറ്റബോളിസം നടക്കുന്നുണ്ട്. സോ റെസ്പിറേറ്ററി പാത്വേ ഈസ് ഫംഗ്ഷൻ ഇൻ ബോത്ത് എനർജി പ്രൊഡക്ഷൻ, അതിനാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്, and biosynthesis, അത് anabolism ആണ്. So it is best to describe as an amphibolic pathway rather than the purely catabolic. അപ്പോൾ പണ്ട് കാറ്റബോളിസം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നീട് കാറ്റബോളിസം ആനബോളിസം നടക്കുന്നത് കൊണ്ടാണ് റെസ്പിറേറ്ററി പാത്വേനെ ആംഫിബോളിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അൺയൂഷ്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ ആംഫിബോളിക് പാത്വേ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കോമ്പൗണ്ട് മാർക്ക്ഡ് ആസ് A, B, C and D. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ പാത്വേ തന്നിട്ടുള്ളത്. സോ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റ് ആണ് അല്ലേ. അത് കഴിഞ്ഞ് ബി എന്ന് പറയുന്നത് ഇവിടെ ഗ്ലൂക്കോസ് ആണ്, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇനി അമിനോ ആസിഡ് ആണെങ്കിൽ അതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഡി എവിടെ തന്നിട്ടുള്ളത്? ഡി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്ന കോമ്പൗണ്ട് ഏതാണ്? അത് നമ്മുടെ പൈറുവിക് ആസിഡ് ആണ് കേട്ടോ. പൈറുവിക് ആസിഡ് ആണല്ലോ പിന്നീട് അസറ്റൈൽ കോയിൻസൈം എ ആയിട്ട് മാറുന്നത്. സോ ഗ്ലൈക്കോളിസിന്റെ എൻ പ്രോഡക്റ്റ് ആണ് പൈറുവിക് ആസിഡ്, അത് എഴുതാം. അപ്പോൾ ഈ ഒരു സൈക്കിൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുള്ള മക്കൾക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴാണ് അവസരം. യെസ്, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൊലാനേസിയുടെ ഫ്ലോറൽ ഡയഗ്രാംസ് പരീക്ഷ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈ ഭാഗത്ത് ചോദിക്കും എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു അല്ലേ. അപ്പോൾ ഐഡന്റിഫൈ ദ എസ്റ്റിവേഷൻ ഓഫ് കൊറോള. കൊറോളയുടെ എസ്റ്റിവേഷൻ എന്തായിരിക്കും മക്കളെ? വാൽവേറ്റ് എസ്റ്റിവേഷൻ ആണ്. ആരും ഓവർലാപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് വാൽവേറ്റ് എസ്റ്റിവേഷൻ. ഇൻ ദിസ് ഡയഗ്രാം പെറ്റൽസ് ആർ സീൻ അറ്റാച്ച് ടു ദ സ്റ്റേവൻസ്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് കണ്ടീഷൻ. പെറ്റൽസ് സ്റ്റേവൻസിനായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് എപ്പിപെറ്റലസ് കണ്ടീഷൻ. ഇനി റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് ഗൈനേഷൻ. ഗൈനേഷത്തിന്റെ 2 ഫീച്ചേഴ്സ് നോക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും? അവർ ഹൈപ്പോഗൈനസ് ആണ്, ബൈകാർപ്പലറി ആണെന്ന് പറയാൻ പറ്റും, അതേപോലെ തന്നെ സിങ്ക് കാർപ്പസ് ആണെന്ന് പറയാൻ പറ്റും. എവിടേക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഹൈപ്പോഗൈനസ് ആണ്, ബൈകാർപ്പലറി ആണ്, സിങ്ക് കാർപ്പസ് ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സുവോളജിയിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുവോളജിയിൽ റൈറ്റ് 1 വേർഡ് ഫോർ ദ ഫോളോയിങ്. റെഡ് കളർ ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ് ഇൻ മസിൽ, അതിന് മയോഗ്ലോബിൻ എന്ന് പറയും. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, അത് നമ്മുടെ ഡിസോർഡർ എന്ന് വെച്ചിട്ടുള്ളതാണ് ആർത്രൈറ്റിസ്. ഓക്കെ, പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം ഈസ് കോൾഡ് എന്തായിരിക്കും? അപ്പോ എൻസൈം. മറ്റേത് കോഫാക്ടർ ആണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? അപ്പോ എൻസൈം. ദെൻ ഇത് നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ എന്നുള്ള ഹോർമോൺ ആ ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻ എൻഡോക്രൈൻ ഓർഗൻ ദാറ്റ് ഡീജനറേറ്റ് വിത്ത് ഏജ്. ഏതാണ് ആ എൻഡോക്രൈൻ ഓർഗൻ? അപ്പോൾ തൈമസ് ആണ്. എൻസൈമിൻ്റെ പേരല്ല കേട്ടോ എഴുതേണ്ടത്, എൻസൈമല്ല ഹോർമോണിൻ്റെ പേരല്ല എഴുതേണ്ടത്, തൈമസ് ഗ്ലാൻഡ്. ഓക്കെ, ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ കൂടി ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇത് നമ്മൾ പരീക്ഷയുടെ തലേദിവസം ചെയ്ത ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. എന്താണ്? കാർബോണിക് ആൻഹൈഡ്രേസ് അല്ലേ. നമുക്ക് നല്ല ബയോമോളിക്യൂൾസിലൊക്കെ ഭയങ്കര ഭാഗ്യ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഹോർമോൺ എന്നാണ്. ഹൈപ്പർ ഗ്ലൈസിമിക് ഗ്ലൂക്കോഗോൺ ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിക് ഏതാ? ഇൻസുലിൻ ആണ്. ദെൻ ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്വാഫിസം ആണെങ്കിൽ ഹൈപ്പർ സെക്രീഷൻ എന്താ? ജൈജാൻറ്റിസം. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കോഫാക്ടേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ എൻസൈം ആക്ടിവിറ്റി. നെയിം 2 കോഫാക്ടേഴ്സ്. ഏതൊക്കെ പറയാം? ഒന്നല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പ് പറയാം, അല്ലെങ്കിൽ മെറ്റൽ അയോൺസ് പറയാം, അല്ലെങ്കിൽ കോ എൻസൈംസ് പറയാം. ഓക്കെ, ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ കോഫാക്ടറിനെ നമ്മുടെ ഈ ഒരു പ്രോട്ടീൻ പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എൻസൈമിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? എന്താ ചിരിക്കുന്നത്? ഓക്കെ,
അപ്പോൾ ആ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്, കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈം പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ലേ, അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ലോസ് ആയി പോകും. ഓക്കെ, റെഡി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഫ്രോഗ് എന്നുള്ളത്. ഈ ഡയഗ്രാം ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഡന്റിഫൈ ദ ഡയഗ്രാം. അപ്പോൾ അവിടെ നോക്കിക്കേ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു കണ്ടോ ഒരു സാധനം, ഇത് ഓവിഡക്റ്റ് ആണ്. അപ്പോൾ അതെന്തായിരിക്കും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ് ആണ്. ഫ്രോഗ് എന്ന് പ്രത്യേകം എഴുതണം കേട്ടോ. ദെൻ ലേബിൾ ദ പാർട്സ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. എ എന്താണ്, ഓവിഡക്റ്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ഓവറിയാണ്. ഓക്കെ, ഇത്ര പരിപാടിയായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റത്തെ കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ്സ്. ആ ഈ ഓക്സിഡോ റിഡക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേതായിരിക്കും, ഓക്സിഡോ റിഡക്ടേസ് എൻസൈം ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും അതായിരിക്കും ട്രാൻസ്ഫറേസ് ആയിരിക്കും. പിന്നെ ഇവിടെ ഇന്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ്. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കഴിഞ്ഞ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു മാച്ച് ദ ഫോളോയും പോലെ ചെയ്തതല്ലേ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഐസോമറൈസേഷൻ നടത്തുന്ന ആൾക്കാരായിരിക്കും ഐസോമറൈസ്. ദെൻ ലിങ്കിങ് ടുഗദർ ഓഫ് 2 മോളിക്യൂൾസ്, അതായിരിക്കും 2 കോമ്പൗണ്ട്സിനെ ലിങ്ക് ചെയ്യുന്ന ആൾക്കാർ ലിഗേസ്. ഇനി ഇവിടെ പെടാത്ത ആളെന്ന് പറയുന്നത് ലയേസ് ആണ്. ലയേസ് എന്ന് എന്തായിരിക്കും, ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാം. യെസ്, ദ കോൺട്രാക്ഷൻ ഓഫ് മസിൽ ഫൈബർ ടേക്സ് പ്ലേസ് ബൈ ദ സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെന്റ് ഓവർ ദ തിക് ഫിലമെന്റ്. ദെൻ വിച്ച് തിയറി എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ. ഇത് നമ്മൾ സെയിം ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏത് തിയറിയാണ്, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി നേടി ഒരു മാർക്ക് കിട്ടി. ദെൻ നെയിം എനി 2 കോൺട്രാക്റ്റൽ പ്രോട്ടീൻ സീൻ ഇൻ മസിൽ. അപ്പോൾ ഏതാണ് മെയിൻ ആയിട്ട് എഴുതേണ്ടത്, നമ്മുടെ മയോസിനും ആക്റ്റിനും എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയും കഴിഞ്ഞാൽ കഴിഞ്ഞു. യെസ്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കുക. മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ആ ഭാഗങ്ങളൊക്കെ എന്താ ചെയ്യുക, കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം നമുക്ക് കുറച്ച് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതേപോലെ തന്നെ എളുപ്പമായിരിക്കണം ഇനി നമ്മുടെ ഫൈനൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പം നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, കുറേ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലൊക്കെ വരുന്നുണ്ടായിരിക്കും. എന്നാലും ബാക്കിയുള്ള പോർഷൻസൊക്കെ ഇനിയും കംപ്ലീറ്റ് ആക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. റെഡി? അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.